മാടായി കോളേജിലെ ബന്ധു നിയമനത്തെ ചൊല്ലിയുള്ള ചേരിപ്പോര് കോൺഗ്രസ് തലപ്പത്തേക്ക് പടരുന്നു. പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും തനിക്കെതിരായ നീക്കത്തിനു പിന്നിൽ കെ സുധാകരനാണെന്ന സൂചനയാണ് എം.കെ. രാഘവൻ നൽകിയത്. DCC പ്രസിഡന്റിനെ തള്ളിപ്പറഞ്ഞതോടെ ഫലത്തിൽ കെ സുധാകരനെ തന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് രാഘവൻ. മാടായി പ്രതിഷേധം അതിരുകടന്നെന്ന നേതാക്കളുടെ നിലപാടും തനിക്കുള്ള പിന്തുണയായി രാഘവൻ കാണുകയാണ്. പാർട്ടി താൽപര്യത്തിനപ്പുറം മാടായി കോളേജിൽ നിയമനം നടത്തിയത് മെറിറ്റ് അടിസ്ഥാനത്തിലാണെന്നാണ് എം.കെ. രാഘവന്റെ അവകാശവാദം. കൈകൾ ശുദ്ധമാണ്. കള്ളനെന്ന് വരുത്തി ഇല്ലാതാക്കാൻ ചിലർ ശ്രമിക്കുന്നു. അതെങ്ങനെ നേരിടണമെന്ന് തനിക്കറിയാം. എന്നെ അങ്ങ് ഇത് കാണിച്ച് എന്നെ അങ്ങനെ ഒറ്റപ്പെടുത്തി കളയാം, വ്യക്തിഹത്യ നടത്തി കളയാം, എന്നെ കള്ളനാക്കി കളയാം, മോഷ്ടാവായി കളയാൻ വിചാരിച്ചാൽ ഇതിനേക്കാളും വലിയ അതിജീവിച്ചൊന്ന ഒരാളാണ് ഞാൻ. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ കൺഫേർഡ് ആണ്. ഡയറക്ട് സെലക്ഷൻ എല്ലാം പറയാൻ കണ്ടത്. കണ്ണൂർ DCCയെയാണ് പ്രത്യക്ഷത്തിൽ കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ KPCC അധ്യക്ഷന്റെ തട്ടകത്തിൽ തനിക്കെതിരെ നടക്കുന്ന നീക്കത്തിനു പിന്നിൽ കെ സുധാകരൻ തന്നെയെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു എം.കെ. രാഘവന്റെ ഓരോ വാക്കുകളും. എൻ്റെ ഒരു കോലം കത്തിക്കാണെന്ന് എന്നെ കത്തിച്ചും തുല്യമാണ്. അതും കത്തിക്കുന്നത് കോൺഗ്രസ്സാറാ, അതും ആലോചിക്കണം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. സമയം വരുമ്പോൾ എല്ലാം പറഞ്ഞു. ജന്മനാട്ടിലെ DCC തന്നെ എതിർക്കാൻ പുറപ്പെട്ടത് യാദൃച്ഛികമായി രാഘവൻ കരുതുന്നില്ല. അതുകൊണ്ട് KC വേണുഗോപാലിന്റെ പിന്തുണ ഉറപ്പാക്കിയാണ് രാഘവന്റെ പ്രതിരോധം. ഞങ്ങളുടെ പാർട്ടിയിലുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങളെല്ലാം ഇരുന്ന് പ്രവർത്തകരെയും കൂടെ ഉൾക്കൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തീർക്കാനുള്ളൊരു മെക്കാനിസം ഞങ്ങൾക്ക് കേരളത്തിലുണ്ട്. അത് അവർ ഭംഗിയായിട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ കുറച്ച് പാർട്ടി പരിഹരിക്കുമെന്ന് KC പറഞ്ഞതോടെ DCC പ്രസിഡന്റിനെ രക്ഷിക്കാൻ സുധാകരന് ഇടപെടേണ്ടി വരും. പരിധി കടന്നുള്ള പല പ്രതിഷേധങ്ങളിലും അണികളെ പിന്തുണച്ച സുധാകരൻ മാടായിയിലും അതേ നിലപാട് സ്വീകരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഡൽഹി ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 കണ്ണൂർ.